അസ്സലാമു അലൈക്കും. വാപ്പയും ഉമ്മയും ബന്ധുക്കളൊക്കെ സങ്കടത്തിലാണ്. പഠിക്കാൻ വരുന്ന മക്കളിൽ നല്ലൊരു ശതമാനം ആഘോഷത്തിലുമാണ്. ഏകദേശം 4-5 ബൈക്കിൽ സുഹൃത്തുക്കളുടെ കൂടെ റൈഡ് പോലെ സ്പീഡിൽ പോയിട്ട് ഡിവൈഡറിനടിച്ചു വന്ന അപകടത്തിലാണ് ഈ പരിക്ക് പറ്റിയത്. കൂടെയുള്ള കണ്ണൂർ സ്വദേശിയായ സഹോദരി വിദ്യാർത്ഥിനി ഫിലോമിനാസ് ഹോസ്പിറ്റലുണ്ട്. ബാംഗ്ലൂരിലെത്തുമ്പോൾ നമ്മൾ കുട്ടികൾ എന്തൊക്കെയോ ആവുകയാണ്. പരിസരം മറക്കുകയാണ്, കുടുംബത്തെ മറക്കുകയാണ്, ഭാവിയെ പറ്റിയുള്ള ചിന്ത മറക്കുകയാണ്. ഇങ്ങനെ നല്ലൊരു ശതമാനം അടിച്ചുപൊളിയും മറ്റു മനോഭാവമായിട്ട് നാട്ടിൽ നിന്ന് വീട്ടുകാരോട് പറയും കോളേജിൽ പോകാൻ ബസ്സിന് ട്രാഫിക്കിൻ്റെ പ്രശ്നമുണ്ട്, ദൂരമുണ്ട്, ബൈക്ക് എടുക്കണം, ബൈക്ക് വേണം, നാട്ടിലുണ്ടെങ്കിൽ ബൈക്ക് കൊണ്ടുപോകാൻ പെർമിഷൻ കൊടുക്കും. ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ കോളേജിൻ്റെ അണ്ടറിലാണെങ്കിൽ ഉദ്ദേശിച്ച പോലെ കിടക്കൂല. രാത്രി 9 മണിൻ്റെ ഉള്ളിൽ ഗേറ്റ് അടക്കും. അപ്പം കൂടെ താമസിക്കുന്നവർ മറ്റു മതക്കാരായതുകൊണ്ട് നിസ്കരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ 3-4 പേര് ഫ്രണ്ട്സ് ഒരു റൂം എടുക്കുന്നുണ്ട്. ഇവിടുത്തെ അത്ര ചിലവ് വരില്ല, ചെറിയൊരു അഡ്വാൻസും 5,000, 10,000, 12,000 വാടക കൊടുത്ത റൂം കിട്ടും. ഞങ്ങൾ 4 ആൾ ഷെയർ ചെയ്തോളാം. ഇപ്പം നിസ്കരിക്കാനൊക്കെ സൗകര്യമെന്ന് പറയുമ്പോൾ രക്ഷിതാക്കന്മാർ അതിനും സമ്മതം കൊടുക്കും. പണം അയച്ചു കൊടുക്കും, ബൈക്ക് കൊടുക്കും, കാറുള്ളവർ കാറ് കൊടുക്കും. ഇപ്പം ഇവിടെ എത്തുമ്പോൾ കോലമൊക്കെ മാറുകയാണ്. എന്താണ് എങ്ങനെയാണ് ഒന്നും അറിയാത്ത മാതിരിയുള്ള ഒരു അടിച്ചുപൊളി ലൈഫ്. അതിലൂടെ ഒരുപാട് കുടുംബങ്ങൾ ദുഃഖിക്കുന്നു. എത്രയോ കേസുകൾ അറ്റൻഡ് ചെയ്തു. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അതായിരിക്കും കുറ്റമായിട്ട് വരിക. ഇന്നലെ രാത്രി ഏകദേശം 2-2:30 മണിക്കാണ് ഈ കോള് വന്നത്. ഉടനെ തന്നെ ഗ്രൂപ്പിലിട്ടു. ജംഷി ഉടനെ അവിടെ എത്തി. അതിനുശേഷം ജാഗറും അവിടെ എത്തി. ആംബുലൻസ് വിളിച്ചയച്ചു. അനീഫ് ആംബുലൻസുമായി അവിടെ എത്തി. അവിടുന്ന് അവർ റെഫർ ചെയ്ത പ്രകാരം സഞ്ജയ് ഗാന്ധി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഡ്യൂട്ടി ഡോക്ടർമാർ ഉള്ളത് കൊണ്ട് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഞാൻ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അവിടെ നില തരണം ചെയ്യിക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങൾ ചെയ്യുക. അതാണ് KMCC ചെയ്തത്. ചിലപ്പോൾ അതിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ചിലപ്പം ബാധ്യതയായി ഞങ്ങൾക്ക് വന്നേക്കാം. ഇതൊന്നും ആലോചിച്ചില്ല. ഉടനെ അവിടെ എത്തിച്ചു. സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇപ്പോഴാണ് അറിയുന്നത് കാല് മുറിക്കാൻ നിൽക്കാതെ വേറെ രക്ഷയില്ല. ഒരു അശ്രദ്ധ, നേരത്തെ മുകളിൽ ജാബിർ പറഞ്ഞതുപോലെ ഒരു അശ്രദ്ധയിലൂടെ വരുന്ന അപകടങ്ങൾ. ബാംഗ്ലൂരിൽ പഠിക്കാൻ വരുന്ന ഒരുപാട് സ്റ്റുഡൻസിൻ്റെ നല്ലൊരു ശതമാനം കുട്ടികൾ ഇങ്ങനെ രാത്രി 11 മണിക്കും 12 മണിക്ക് ശേഷം ബൈക്ക് റാലിയും അതുപോലെ വേറെ എന്തോ ഒരു കോലത്തിലായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച ആളുകളൊക്കെ ഒരുപാട് കേസ്. ഏകദേശം 6 മാസത്തിൻ്റെ ഉള്ളിൽ 16 ബോഡികൾ ഞങ്ങൾ നാട്ടിലയച്ചിട്ടുണ്ട്. അതിൽ 3/4 ഭാഗവും ഈ പഠിക്കുന്ന കുട്ടികളും IT-ആയിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ബാംഗ്ലൂർ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കന്മാർ സ്വന്തമായിട്ട് ബന്ധത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഒരു മേൽനോട്ടത്തിലോ അല്ലെങ്കിൽ നല്ലൊരു ശ്രദ്ധ പതിപ്പിക്കുന്നത് നല്ലതാണ് എന്ന് ഈ അവസരത്തിൽ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. പെൺകുട്ടികൾ മോശമൊന്നുമല്ല. കാരണം എൻ്റെ ഒരു ഷോപ്പ് കിടക്കുന്നത് സെൻറ്റ് ജോസഫ് കോളേജിൻ്റെ മുന്നിലാണ്. അവിടെ നടക്കുന്നതൊക്കെ പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിക്കുക.